അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി. പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് അടുത്ത് വന്നിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇടയത്താഴ സമയം നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് ഈ മഹത്തായ ഇസ്മ ഒരു 10 പ്രാവശ്യം നിങ്ങൾ ഈ രീതിക്ക് നിങ്ങൾ ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്താൽ വലിയ വിജയം അല്ലാഹു നൽകപ്പെടുന്നതാണ്. അതുപോലെ സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് മാറി കിട്ടുന്നതാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ കടം കൊണ്ട് വലയുന്നവരുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്നവരുടെ ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ നിങ്ങൾ ഇടയത്താഴ സമയത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്ത് നോക്ക്. ഇതൊന്ന് പതിവാക്കി നോക്ക്. അല്ലാഹു രോഗങ്ങൾ ശിഫയാക്കും. അതുപോലെ കടങ്ങൾ വീട്ടി തരും. അല്ലാഹു ദാരിദ്ര്യത്തിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തും. സമ്പത്തിന്റെ വഴികൾ അല്ലാഹു വിശാലമാക്കും. അതുപോലെ ജീവിതത്തിന്റെ പല മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്ന ഒരു മഹത്തായ ഈശ്വരനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അൽഹംദുലില്ലാഹ്, നമ്മൾ എന്തുകൊണ്ടും പരിശുദ്ധ റമദാനിലേക്ക് കടന്നിരിക്കുകയാണ്. പടച്ചവനെ, ഈ റമദാൻ ഒരുപാട് ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഒരുപാട് റമദാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇടയത്താഴ സമയം ഈ ഒരു ഇസ്മ 10 തവണ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എണ്ണമില്ലാത്ത അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. അതുപോലെ തന്നെ സമ്പത്ത് അല്ലാഹു നൽകപ്പെടുന്നതാണ്. കടങ്ങൾ അല്ലാഹു വീട്ടി തരുന്നതാണ്. നാം പരിശുദ്ധ റമദാനിലാണല്ലോ നിലകൊള്ളുന്നത്. റമദാനിൽ നമ്മൾ പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ റമദാൻ മാത്രമല്ല, എല്ലാ റമദാനിലും നമ്മൾ കഴിക്കുന്ന ഇടയത്താഴം എന്ന് പറയുന്നത് അത് വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. സുബഹി വാങ്ങിന് മുന്നേ എന്തെങ്കിലും കഴിക്കുമല്ലോ, അത് കേവലം ഒരു ആഹാരം കഴിക്കൽ മാത്രമല്ല, അത് വളരെ പുണ്യമുള്ള ഒരു അമലാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഈ ഇടയത്താഴം എന്ന് പറയുന്നത് അത് എന്റെ ഉമ്മത്തിന് മാത്രം അല്ലാഹു നൽകപ്പെട്ടതാണ്. മറ്റു ഒരു സമുദായത്തിനും അല്ലാഹു നൽകപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹിയായ ഒരു ഹദീസാണ്, നിങ്ങൾ അത്താഴം കഴിക്കണം. അത്താഴത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അത്താഴത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, ഒരാളും ഇടയത്താഴം അഥവാ ഇടയത്താഴം ആരും ഒഴിവാക്കരുത്. അല്ലേ, നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുമ്പോൾ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ 10 മിനിറ്റ് മുമ്പ് നമ്മൾ കഴിക്കുന്ന ആ ഇടയത്താഴം ഒരാളും നമ്മൾ ഒഴിവാക്കരുത്. പരിശുദ്ധ റമദാനിൽ അത് ബർക്കത്തുള്ളതാണ്. ഒരുപാട് ഐശ്വര്യങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. ഇടയത്താഴം കഴിക്കുന്ന സമയത്ത് വല്ലാത്ത ബർക്കത്താണ്. ഒരു ദിവസത്തിന്റെ ഏറ്റവും പ്രധാന സമയം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇടയത്താഴത്തിന് എഴുന്നേൽക്കുന്ന ആ സമയം, ആ സമയത്താണ് മുഅ്മിനീങ്ങൾ മാത്രം എഴുന്നേൽക്കുന്ന സമയം. അല്ലേ, എല്ലാവരും ഉറങ്ങാൻ സുഖമുള്ള ഒരു സമയമാണ് എന്റെ മുഅ്മിനീങ്ങളെ. സ്വർഗ്ഗത്തിന്റെ കാറ്റടിച്ച് വീശുന്ന സമയമാണ്. അതുപോലെ തന്നെ ഫിർഔൻ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഫിർഔൻ സ്വേച്ഛാധിപതിയായ ഒരു ഭരണാധികാരിയാണ്, അഹങ്കാരിയായ ഒരു ഭരണാധികാരിയാണ്. പക്ഷേ അദ്ദേഹത്തിന് രോഗങ്ങളില്ലായിരുന്നു. കാരണം അദ്ദേഹം ആ സമയത്ത് അഥവാ സുബഹിക്ക് മുമ്പേ ആ മനുഷ്യൻ എഴുന്നേൽക്കുമായിരുന്നു. ആ സമയത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് രോഗങ്ങൾ നൽകിയില്ല എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, അത്രയും നല്ല മഹത്വമുള്ള സമയമാണ്. അതുപോലെ തന്നെ ദുആക്ക് പ്രത്യേകം ഇജാബത്തുള്ള സമയമാണ്. അതുപോലെ തന്നെ ഒരു അമലിന് 700 ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകുന്ന സമയമാണ്. അതുപോലെ തന്നെ ഹിസാബില്ലാതെ സ്വർഗ്ഗത്തിൽ കടത്തുന്ന സമയം അതാണ്. അതുപോലെ തന്നെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പൊറുക്കപ്പെടുന്ന സമയമാണ്. ഇത് ഏത് സമയത്താണ്? തഹജ്ജുദിന്റെ സമയമാണ്. സുബഹിക്ക് മുമ്പുള്ള ഒരു 10 സുബഹി ബാങ്ക് വിളിക്കുന്നതിന് 10-15 മിനിറ്റ് മുമ്പുള്ള സമയത്തെ കുറിച്ചാണ് ഈ ചർച്ച ചെയ്യുന്നത്. ആ സമയത്താണ് നമ്മൾ ഇടയത്താഴം കഴിക്കുന്നത്. ആ ഭക്ഷണത്തിൽ അല്ലാഹു ഒരുപാട് ബർക്കത്ത് നൽകപ്പെട്ടിട്ടുണ്ട്. രാത്രിയുടെ 3 യാമങ്ങൾ, അതായത് തഹജ്ജുദിന്റെ സമയത്ത് അല്ലാഹു ഒന്നാം ആകാശത്ത് വന്നിട്ട് തന്റെ അടിമകളോട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കണോ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാനുള്ളത്? അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
ഈ തഹജ്ജുദിന്റെ സമയത്ത് നിങ്ങൾ കിടന്നുറങ്ങരുത്. 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിച്ചതിന് ശേഷം നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. ജീവിതത്തിൽ ഏത് വിഷയങ്ങളുണ്ടെങ്കിലും അല്ലാഹു തുറന്നു തരുന്നതാണ്. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റി തരുന്നതാണ്. ഐശ്വര്യങ്ങൾ അല്ലാഹു നിലനിർത്തുന്നതാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകപ്പെടുന്നതാണ്. അപ്പൊ അല്ലാഹുവിന്റെ അടിമകളോട് ചോദിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾ എന്നോട് ചോദിക്കൂ. ആ സമയത്ത് ഇങ്ങനെ പുതപ്പ് മൂടി കിടക്കാതെ സുബഹിക്ക് മുമ്പ് തന്നെ ഒരു 10-15 അല്ലെങ്കിൽ 1/2 മണിക്കൂർ മുമ്പ് നിങ്ങൾ എഴുന്നേറ്റ് ഇബാദത്തുകൾ ചെയ്യണം, തഹജ്ജുദ് നമസ്കരിക്കണം. അതുപോലെ റമളാൻ മാസത്തിൽ ആ സമയത്ത് ഭക്ഷണം കഴിക്കണം. ഒരുപാട് ബർക്കത്ത് അല്ലാഹു നൽകുന്നതാണ്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ നോക്കൂ മുഅ്മിനീങ്ങളെ, ഒരുപാട് ഐശ്വര്യങ്ങൾ അല്ലാഹു നൽകപ്പെടുന്ന സമയമാണ്. ആ സമയത്ത് ജനങ്ങൾ പുതച്ചു മൂടി സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയമാണ് അല്ലേ? മുഅ്മിനീങ്ങൾ അങ്ങനെയല്ല, ആ സമയം ഒരു എഴുന്നേറ്റിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നതാണ്. പടച്ചവനെ, നീ എല്ലാ മേഖലകളിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. നമ്മൾ ഇടയത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വലിയ നേട്ടങ്ങൾ കിട്ടാം. ഇനി മെൻസസ് ഉള്ള സ്ത്രീകൾ പറയും, പടച്ചവനെ ഉസ്താദിന്റെ വാത് കേട്ടിട്ട് പറയാം, നമുക്ക് ആ സമയത്ത് ഇടയത്താഴം കുടിക്കാനോ അല്ലെങ്കിൽ ആ സമയത്ത് നിസ്കരിക്കാനോ ഒന്നും കഴിയുന്നില്ലല്ലോ. നിങ്ങളങ്ങനെ ചിന്തിക്കേണ്ട. നിങ്ങൾ ഇടയത്താഴം ഉണ്ടാക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഐശ്വര്യങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നൽകപ്പെടുന്നതാണ്. നിങ്ങളുടെ ആ പ്രവർത്തനത്തിൽ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും ഇടയത്താഴത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കുമ്പോഴെല്ലാം അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പൊ നല്ല നിയ്യത്ത് വേണം. നല്ല നിയ്യത്തോടെ പടച്ചവനെ, ഈ സമയത്ത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നീ എനിക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. എന്റെ മക്കൾക്ക് ബർക്കത്ത് നൽകണേ പടച്ചവനെ. എന്റെ കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അതുപോലെ തന്നെ നമ്മൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ, നമ്മൾ സാധാരണ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയാറുള്ളത് ദിക്റുണ്ടല്ലോ, അതൊക്കെ നമ്മൾ പറയണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിശാച് നമ്മളിൽ നിന്ന് ഓടിപ്പോകുന്നതാണ്. അന്നത്തെ ദിവസം നമുക്ക് റാഹത്താകുന്നതാണ്. അല്ലാഹുവേ, ശപിക്കപ്പെട്ട പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. ഇടയത്താഴം പരമാവധി, ചിലര് ഇടയത്താഴത്തിനെണീക്കും, ചിലര് 3 മണിക്ക് എണീറ്റ് രാത്രി 3 മണിക്ക് എഴുന്നേറ്റ് കഴിച്ചിട്ട് കിടക്കും, ചിലര് 4 മണിക്ക് എഴുന്നേറ്റ് കഴിച്ചിട്ട് കിടക്കും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇടയത്താഴം പരമാവധി നമ്മൾ താമസിപ്പിക്കുക. ചിലർ നേരത്തെ കഴിച്ചുറങ്ങും. അങ്ങനെയല്ല, സുബഹി വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് 10-15 മിനിറ്റ് മുന്നേ, എങ്ങനെ സുബഹി വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് 10-15 മിനിറ്റ് മുന്നേ മാത്രം നമ്മൾ കഴിക്കുക. അല്ലാതെ 2 മണിക്കൂർ മുമ്പേ കഴിച്ചിട്ട് കിടക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ പരമാവധി പിന്തിക്കലാണ്. സുബഹി വാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ കഴിക്കണം. കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി 10-15 മിനിറ്റ് ബാക്കി ഉണ്ടാകാൻ പാടുള്ളൂ. അതാണ് ശ്രേഷ്ഠമായ സമയം. ചിലര് ഇടയത്താഴം വേണ്ടെന്ന് വയ്ക്കും. അത് ശരിയുള്ള കാര്യമല്ല. ആ സമയത്ത് എഴുന്നേറ്റ് ഒരു റക്ക് പച്ചവെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കുക. അതല്ലെങ്കിൽ ഒരൽപ്പം, ഒരു കാരക്കെങ്കിലും നിങ്ങൾ തിന്നുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകുന്നതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം, ഈ ഇടയത്താഴ സമയം ഇത്രത്തോളം ബർക്കത്തുള്ളതാണ്. ആ സമയത്ത് നമുക്ക് എന്താണ് പറയേണ്ടിയുള്ളത്? മഹത്തായ ഒരു ഇസ്മിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഒരുപാട് മുഅ്മിനീങ്ങൾ ജീവിതത്തിന്റെ പല മേഖലകളിൽ പ്രയാസപ്പെടുന്നവരുണ്ട്. കടമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, രോഗമുള്ളവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട്, കച്ചവടക്കാരുണ്ട്. എല്ലാ മേഖലകളിലും അല്ലാഹു ഐശ്വര്യങ്ങൾ നൽകപ്പെടാനും നമ്മൾ ആഗ്രഹിച്ചതുപോലെ അല്ലാഹു നൽകപ്പെടാനുമുള്ള ഒരു മഹത്തായ ഒരു ഇസ്മ് ഇടയത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയത്ത് നിങ്ങൾ അത്താഴം കഴിക്കാൻ പോകുന്ന സഹോദരിമാരുണ്ടല്ലോ, ആ സമയം വളരെ ശ്രേഷ്ഠമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആ സമയത്ത് നിങ്ങൾ അല്ലാഹുവിന്റെ ഈ ഇസ്മ പറഞ്ഞാൽ, ഈ മഹത്തായ ഇസ്മ പറഞ്ഞാൽ നമ്മളുടെ സാമ്പത്തിക ഞെരുക്കം മാറും. അതുപോലെ തന്നെ ദാരിദ്ര്യം തുടച്ചു നീക്കും, കടങ്ങൾ മാറിപ്പോകുന്നതാണ്. ഈ ഇസ്മിനെ 10 വട്ടം നിങ്ങൾ ആകാശത്തേക്ക് കൈയുയർത്തി
ആകാശത്തേക്ക് കൈയുയർത്തിയിട്ട് ചൊല്ലിയിട്ട് മുഖത്ത് തടവിയാൽ നിങ്ങൾക്ക് ബർക്കത്ത് ഉറപ്പാണ്. ഈ നിങ്ങളുടെ ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി തരുന്നതാണ്. അപ്പോൾ ഏതാ ഈ മഹത്തായ ഇസ്മ നമ്മൾ ചൊല്ലിയിട്ട് ഇടയത്താഴ സമയത്ത് ചൊല്ലി ഖിബ്ലയ്ക്ക് നേരെ നമ്മൾ നിന്നുകൊണ്ട് ആകാശത്തേക്ക് കൈയുയർത്തിയതിനു ശേഷം ഒരു 10 പ്രാവശ്യം നമ്മൾ ചൊല്ലിയിട്ട് നമ്മുടെ മുഖത്ത് തടവിയാൽ അല്ലാഹു ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. ദാരിദ്ര്യങ്ങളൊക്കെ അല്ലാഹു പിഴുതു കളയുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വരാതിരിക്കാൻ അത്താഴ സമയത്ത് ഒരു സ്ത്രീയോ പുരുഷനോ ആരോ ആയിക്കൊള്ളട്ടെ എഴുന്നേറ്റ് കൈകൾ ആകാശത്തേക്ക് ഉയർത്തി യാ ബാസിത്ത് യാ അല്ലാഹ് 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 എന്നൊരു 10 പ്രാവശ്യം പറഞ്ഞിട്ട് മുഖത്ത് തടവിയാൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാകില്ല, സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകില്ല, നമ്മുടെ കീശ ഒരിക്കലും കാലിയാവുകയില്ല. നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട. യാ ബാസിത്ത് എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും വിശാലത നൽകുന്നവനായ അല്ലാഹ്. പടച്ചവനെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഇനി നമുക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ടെങ്കിൽ 72 പ്രാവശ്യം, എത്ര 70, ഇനി നമുക്ക് പ്രത്യേക ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെന്ന് കരുതിക്കോ, അല്ലേ? ഒരു പ്രത്യേക ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ 72 പ്രാവശ്യം 72 തവണ ദിവസവും പറഞ്ഞാൽ അത് അത്താഴ സമയത്താകണമെന്നില്ല, ഏതെങ്കിലും സമയം പറഞ്ഞാൽ മതി. നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു തരുന്നതാണ്. ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഒരു ദിവസം 72 പ്രാവശ്യം യാ ബാസിത്ത് യാ അല്ലാഹ് 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 72 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞു ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. പിന്നെ ഒരു കാര്യം, അത്താഴ സമയത്ത് നിങ്ങൾ നിയ്യത്ത് കരുതണം. ഞാൻ അത്താഴം കഴിക്കുകയാണ്, നമുക്ക് അതിന്റെ കൂലി കിട്ടുന്നതാണ്. അപ്പൊ അത്താഴ സമയത്ത് നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ എന്താണ്, ഞാൻ നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടയത്താഴം ഞാൻ കഴിക്കുന്നു എന്ന് നിയത്ത് ചെയ്യണം. അതുപോലെ തന്നെ ഉമ്മമാര്, പടച്ചവനെ, ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ഭക്ഷണം നോമ്പ് തുറക്കാൻ വേണ്ടിയും അതുപോലെ ഇടയത്താഴത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നീ കൂലി കുറയ്ക്കല്ലേ അല്ലാഹ് എന്ന് നിങ്ങളോട് നിയത്ത് ചെയ്യണം. അല്ലാഹു നിയ്യത്തിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. പടച്ചവനെ, ഞങ്ങൾക്ക് പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ്. പരിശുദ്ധ റമളാൻ ഞങ്ങളിലേക്ക് വന്നു നിൽക്കുന്നേ അല്ലാഹ്. ആ റമളാൻ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ പടച്ചവൻ. അല്ലാഹുവേ, നോമ്പ് പിടിക്കാനും നിസ്കരിക്കാനും തറാവീഹ് അല്ലാഹുവേ നമസ്കരിക്കാനും മറ്റ് അമലുകൾ ചെയ്യാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും പുണ്യകാര്യങ്ങൾ ചെയ്യാനും എല്ലാം നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനുള്ള ആരോഗ്യവും അതിനുള്ള സമ്പത്തും അതിനുള്ള സമയവും എല്ലാം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈ റമളാൻ ഞങ്ങൾ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ മുഴുവനും നീ സ്വീകരിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലി വാലിദീനാ വലി മശായിഖിനാ വലി അസാതീദിനാ വലി അഹ്ബാബിനാ വലി അശാഇരിനാ വലി ഖബായിലിനാ വലി ജീറാനിനാ ولمن أحب وأحسن إلينا ولمن له أكون علينا ولجميع أمة محمد صلى الله عليه وسلم وقنا ربنا شر ما قضيت أرحم الراحمين. يا الله, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചവനെ, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഇരുലോക വിജയികളുടെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും നീ മാഫ് ചെയ്യണേ അല്ലാഹ്. നിന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, ഞങ്ങളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങൾ പെട്ടെന്ന് പണിപൂർത്തിയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ മുഴുവൻ പണികളും നീ പൂർത്തിയാക്കി നൽകണേ അല്ലാഹ്. സന്തോഷത്തോടെ അതിൽ താമസിക്കാനുള്ള ഭാഗ്യം നൽകണേ
നൽകണേ അല്ലാ. സർവ്വവിധ ആപത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ താമസിക്കുന്ന കടങ്ങളിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്കും നാട്ടുകാർക്കും കുടുംബത്തിനെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളാക്കണേ അല്ലാ. പടച്ചവനെ മന്നാനായ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ മജ്‌ലിസിലൊക്കെ ബർക്കത്ത് നൽകണേ അല്ലാ. എത്രയോ മക്കൾ വിവാഹപ്രായം വെച്ച് നിൽക്കുന്ന അല്ലാ. സാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാ. പടച്ചവനെ റബ്ബേ അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരങ്ങൾ പലരും ഹോസ്പിറ്റലിലാണ്. റഹ്മാനായ റബ്ബേ അവിടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാ. ദാരിദ്ര്യം എന്ന മഹാവിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. കടങ്ങളൊക്കെ വീട്ടണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാ. ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവർ ഞങ്ങളുടെ മജ്‌ലിസിലുള്ളവർ അല്ലാഹുവേ അവരുടെ മക്കൾ പലരും വിദേശ രാജ്യങ്ങളിലാണ്. അവർക്കൊക്കെ നീ ബർക്കത്ത് നൽകണേ അല്ലാ. ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ അതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസ്സലാമു അലൽ മുർസലീൻ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.